സതീശന്റെ സത്യപ്രതിജ്ഞ. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തി കൊടുക്കുകയോ ചെയ്യുകയില്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2001 മുതൽ തുടർച്ചയായി ജയിച്ചു വരുന്ന വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി അടക്കം 14 പേർ പുതുമുഖങ്ങളാണ്. നേരത്തെ ഒരു മന്ത്രിസഭയിൽ പോലും ഇടം പിടിച്ചിട്ടില്ലാത്ത വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വരുകയാണ്. KPCC വൈസ് പ്രസിഡന്റും AICC അംഗമടക്കമുള്ള പ്രധാന ചുമതലകൾ നേരത്തെ പാർട്ടി രീതിയിൽ വി.ഡി. സതീശൻ വഹിച്ചിട്ടുണ്ടതോടൊപ്പം തന്നെ 2021 പ്രതിപക്ഷ നേതാവുന്നു. അവിടെയാണ് വി.ഡി. സതീശന്റെ ഒരു രാഷ്ട്രീയത്തിലെ പുതിയൊരു തുടക്കം ഉണ്ടാകുന്നത്. ആ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശന്റെ ആ തീരുമാനം, അതായത് ഹൈക്കമാൻഡ് എടുത്ത ആ തീരുമാനമാണ് ഒരുപക്ഷെ ഇന്ന് വി.ഡി. സതീശനെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്നത്. ദൈവനിയോഗത്തിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം അതിനെ പറഞ്ഞത്. താൻ ദൈവം തന്ന ആ ജോലിയിലേക്ക്, ആ നിയോഗത്തിലേക്ക് താൻ കടന്നിരിക്കുന്നു. വി.ഡി. സതീശൻ കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായി ജനവികാരം മുഖ്യമന്ത്രി പദത്തിലെത്തിച്ച വി.ഡി. സതീശൻ അങ്ങേയറ്റം ആത്മവിശ്വാസത്തോടുകൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചിത്രം, ആ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്.